ദൈവനാമം വാഴ്ത്തപ്പെടും ദൈവത്തിൻ്റെ കൃപയാൽ സംഖ്യാപുസ്തകം എന്ന വിഷയത്തിൻ്റെ 8ാമത്തെ സെക്ഷനിൽ പ്രവേശിപ്പാനാകട്ടെ. ദൈവം നമ്മെ സഹായിച്ചത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്തു. നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവായ യേശുനാമത്തിലെ സ്നേഹബന്ധങ്ങളെ അറിയിക്കുകയാണ്. നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനം, സഹകരണം എല്ലാവരും നന്ദി പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം 19ാം അധ്യായത്തിൽ 1-ാം വാക്യം മുതൽ സെക്ഷൻ ആരംഭിക്കുകയാണ്. 19ാം അധ്യായത്തിൻ്റെ വിഷയം ലേവ്യർക്കുള്ള നിർദ്ദേശങ്ങളാണ്. യഹോബിനെ മോശയോടും ഓരോനോട് അരുളി ചെയ്തത്, യഹോബ കൽപ്പിച്ച ന്യായപ്രമാണം എന്തെന്നാൽ, കളങ്കവും മൂലമില്ലാത്തതും മുഖം വയ്ക്കാത്തതുമായ ഒരു ചുവന്ന പശുക്കിടാവിനെ നിന്റെ അടുക്കൽ കൊണ്ടുവരുവാൻ ഇസ്രായേൽ മക്കളോട് പറയുക. നിങ്ങൾ അതിനെ പുരോഹിതനായ എലീയാസാരിൻ്റെ പക്കൽ ഏൽപ്പിക്കണം. അവനതിനെ പാളയത്തിന് പുറത്ത് കൊണ്ടുപോവുകയും ഒരുവനതിനെ അവൻ്റെ മുമ്പിൽ വെച്ച് അറക്കുകയും വേണം. പുരോഹിതനായ എലീയാസാർ വിരൽ കൊണ്ട് അതിൻ്റെ രക്തം കുറയെടുത്ത് സമാഗമന കൂടാരത്തിൻ്റെ മുൻഭാഗത്തിൻ്റെ നേരെ 7 പ്രാവശ്യം തളിക്കണം. അതിനുശേഷം പശുക്കിടാവിനെ അവൻ കാണുകെ ചുട്ട് ഭസ്മീകരിക്കണം. അതിൻ്റെ തോലും മാംസവും രക്തവും ചാണകവും കൂടെ ചുടയണം. പിന്നെ പുരോഹിതൻ ദേവദാരു, ഈസോപ്പ്, ചുവപ്പ് നൂൽ എന്നിവ എടുത്ത് പശുക്കിടാവിനെ ചുടുന്ന തീയിൽ നടുവിലിടണം. അനന്തരം പുരോഹിതൻ വസ്ത്രം അലക്കി ദേഹം വെള്ളത്തിൽ കഴുകിയ ശേഷം പാളയത്തിലേക്ക് വരികയും സന്ധ്യ വരെ അശുദ്ധനായിരിക്കുകയും വേണം. അതിനെ ചുട്ടവനും വസ്ത്രം അലക്കി ദേഹം വെള്ളത്തിൽ കഴുകുകയും സന്ധ്യ വരെ അശുദ്ധനായിരിക്കുകയും വേണം. പിന്നെ ശുദ്ധിയുള്ള ഒരുത്തൻ പശുക്കിടാവിൻ്റെ ഭസ്മം വാരി പാളയത്തിന് പുറത്ത് വെടിപ്പുള്ള ഒരു സ്ഥലത്ത് വയ്ക്കണം. അത് ഇസ്രായേൽ മക്കളുടെ സഭയ്ക്ക് വേണ്ടി ശുദ്ധീകരണ ജലത്തിനായി സൂക്ഷിച്ചു വയ്ക്കണം. അതൊരു പാപയാഗം. പശുക്കിടാവിൻ്റെ ഭസ്മം വാരിയവനും വസ്ത്രം അലക്കി സന്ധ്യ വരെ അശുദ്ധനായിരിക്കണം. ഇസ്രായേൽ മക്കൾക്കും അവരുടെ ഇടയിൽ വന്നു പാർക്കുന്ന പ്രദേശിക്കും ഇത് എന്നേക്കുമുള്ള ചട്ടം ആയിരിക്കണം. യാതൊരു മനുഷ്യൻ്റെയും ശവം തൊടുന്നവൻ 7 ദിവസം അശുദ്ധനായിരിക്കണം. അവൻ 3-ാം ദിവസവും 7-ാം ദിവസവും ആ വെള്ളം കൊണ്ട് തന്നെ താൻ ശുദ്ധീകരിക്കണം. അങ്ങനെ അവൻ ശുദ്ധിയുള്ളവനാകും. എന്നാൽ 3-ാം ദിവസം തന്നെ ശുദ്ധീകരിക്കാത്തതിനാൽ 7-ാം ദിവസം അവൻ ശുദ്ധിയുള്ളവനായിരിക്കുകയില്ല. മരിച്ചുപോയ ഒരു മനുഷ്യൻ്റെ ശവം ആരെങ്കിലും തൊട്ടിട്ട് തന്നെത്താൻ ശുദ്ധീകരിക്കാത്തതിനാൽ അവൻ യഹോവയുടെ തിരുനിവാസത്തെ അശുദ്ധമാക്കുന്നു. അവനെ ഇസ്രായേലിൽ നിന്ന് ഛേദിച്ചു കളയണം. ശുദ്ധീകരണ ജലം കൊണ്ട് അവനെ തളിച്ചില്ല. അവൻ അശുദ്ധൻ. അവൻ്റെ അശുദ്ധി അവൻ്റെ മേൽ നിൽക്കുന്നു. കൂടാരത്തിൽ വെച്ച് ഒരുത്തൻ മരിച്ചാലുള്ള ന്യായപ്രമാണം ആവിത്. ആ കൂടാരത്തിൽ കിടക്കുന്ന ഏവനും കൂടാരത്തിൽ ഇരിക്കുന്ന ഏവനും 7 ദിവസം അശുദ്ധനായിരിക്കണം. മൂടിക്കെട്ടാതെ തുറന്നിരിക്കുന്ന പാത്രമെല്ലാം അശുദ്ധമാകും. വെളിയിൽ വെച്ച് വാളാൽ കൊല്ലപ്പെട്ട ഒരുത്തിനെയോ മരിച്ചുപോയ ഒരുത്തിനെയോ ഒരു മനുഷ്യൻ്റെ അസ്ഥിയോയോ ഒരു ശവക്കുഴിയോ തൊടുന്നവനെല്ലാം 7 ദിവസം അശുദ്ധനായിരിക്കണം. അശുദ്ധനായി തീർന്നവന് വേണ്ടി പാപയാഗം ചുട്ട ഭസ്മം എടുത്ത് ഒരു പാത്രത്തിലിട്ട് അതിൽ ഉറവുവെള്ളം ഒഴിക്കണം. പിന്നെ ശുദ്ധിയുള്ള ഒരുത്തന് ഈ സോപ്പ് എടുത്ത് വെള്ളത്തിൽ മുക്കി കൂടാരത്തെയും ചില പാത്രങ്ങളെയും അവിടെ ഉണ്ടായിരുന്ന ആളുകളെയും അസ്ഥിയെയും കൊല്ലപ്പെട്ട ഒരുത്തിനെയോ മരിച്ചുപോയ ഒരുത്തിനെയോ ഒരു ശവക്കുഴിയോ തൊട്ടവനെയും തളിക്കണം. ശുദ്ധിയുള്ളവൻ അശുദ്ധനായി തീർന്നവനെ 3-ാം ദിവസവും 7-ാം ദിവസവും തളിക്കണം. 7-ാം ദിവസം അവൻ തന്നെ ശുദ്ധീകരിച്ച് വസ്ത്രം അലക്കി വെള്ളത്തിൽ തന്നെത്താൻ കഴുകണം. സന്ധ്യയ്ക്ക് അവൻ ശുദ്ധിയുള്ളവനാകും. എന്നാൽ ആരെങ്കിലും അശുദ്ധനായി തീർന്നിട്ട് തന്നെത്താൻ ശുദ്ധീകരിക്കാഞ്ഞാൽ അവനെ സഭയിൽ നിന്ന് ഛേദിച്ചു കളയണം. അവൻ യഹോവയുടെ വിശുദ്ധ മന്ദിരം അശുദ്ധമാക്കി. ശുദ്ധീകരണ ജലം കൊണ്ട് അവൻ തളിച്ചില്ല. അവൻ അശുദ്ധൻ. ഇത് അവർക്കുള്ള എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം. ശുദ്ധീകരണ ജലം തളിക്കുന്നവൻ വസ്ത്രം അലക്കണം. ശുദ്ധീകരണ ജലം തൊടുന്നവനും സന്ധ്യ വരെ അശുദ്ധനായിരിക്കണം. അശുദ്ധൻ തൊടുന്നത് എല്ലാം അശുദ്ധമാകും. അത് തൊടുന്നവനും സന്ധ്യ വരെ അശുദ്ധനായിരിക്കണം. 20-ാം അധ്യായം. 20-ാം അധ്യായത്തിലെ വിഷയം എന്ന് ചോദിച്ചാൽ അതിൻ്റെ 1-ാം വാക്യം മുതൽ 13-ാം വാക്യം വരെ മോശയുടെ ഒരു വീഴ്ച, 14 മുതൽ 29 വരെ അഹരോന്റെ മരണം. ഈ 2 സംഭവങ്ങളാണ് 20-ാം അധ്യായത്തിലെ പ്രധാന പ്രതിവാദി വിഷയം. വായിക്കുന്നു. അനന്തരം ഇസ്രായേൽ മക്കളെ സഭയും 1-ാം മാസം സീൻ മരുഭൂമിയിലെത്തി. ജനം കാദേശിൽ പാർത്തു. അവിടെ വെച്ച് മിരിയാം മരിച്ചു. അവിടെ അവളെ അടക്കം ചെയ്തു. ജനത്തിന് കുടിപ്പാൻ വെള്ളമുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ മോശയ്ക്കും അഹരോനും വിരോധമായി കൂട്ടം കൂടി. ജനം മോശയോട് കലഹിച്ചു. ഞങ്ങളുടെ സഹോദരന്മാർ യഹോവയുടെ സന്നിധിയിൽ മരിച്ചപ്പോൾ ഞങ്ങളും മരിച്ചു പോയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഞങ്ങളും ഞങ്ങളുടെ മൃഗങ്ങളും ഇവിടെ കിടന്ന് ചാകേണ്ടതിന് നിങ്ങൾ യഹോവയുടെ സഭയെ ഈ മരുഭൂമിയിൽ കൊണ്ടുവന്നത് എന്ത്? ഈ വല്ലാത്ത സ്ഥലത്ത് ഞങ്ങളെ കൊണ്ടുവരുവാൻ നിങ്ങൾ മിസ്രൈമിൽ നിന്ന് ഞങ്ങളെ പുറപ്പെടുവിച്ച് എന്തിന്? ഇവിടെ വിത്തും അത്തിപ്പഴവും മുന്തിരിപ്പഴവും മാതളപ്പഴവും ഇല്ല, കുടിപ്പാൻ വെള്ളവുമില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇവരെ ടൂണൊക്കെ മാറി. മിസ്രൈമിൽ നിലവിളിച്ചവരാണ്. കർത്താവ് നിലവിളി കേട്ടിട്ടാണ് ഇറങ്ങി തന്നെ ഒരു രക്ഷിപ്പം വന്നത്. അന്നവർക്ക് അവിടെ ചുവന്നുള്ളിൽ ചീറ്റുള്ളിയും മത്തങ്ങയൊക്കെയായിരുന്നു. ഇപ്പോൾ അതെല്ലാം മാറി. ഇപ്പോൾ അവർ പറഞ്ഞത് അറിയാമോ? അവിടെ എന്തൊക്കെയാണെന്ന് പറഞ്ഞത്, അവിടെ ഞങ്ങൾക്ക് വിത്തുണ്ടായിരുന്നു, അത്തിപ്പഴമുണ്ടായിരുന്നു, മുന്തിരിപ്പഴമുണ്ടായിരുന്നു, മാതളപ്പഴമുണ്ടായിരുന്നു.
ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അവർക്ക് നിലവിളിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. പലപ്പോഴും നമ്മൾ വിട്ടു പോകുന്നിടത്ത് മടങ്ങി പോകാനായിട്ട് വിട്ടു പോകുന്നിടത്തെ മഹത്വങ്ങൾ പറയാറുണ്ട്. പിന്നെ അതിനേക്കാൾ ശ്രേഷ്ഠമുള്ള സ്ഥലത്ത് കൊണ്ടിരിക്കുമ്പോൾ പിന്നെ എന്തിനാ ഈ പഴങ്കഥ പറഞ്ഞ് വെറുതെ പ്രശംസിക്കാൻ പോകുന്നത്? ഇവിടെ ഇപ്പോൾ അവരെ വിടുവിച്ച ദൈവത്തിനും അതിനെ നേതൃത്വമാക്കിയതായ അവരെ നയിച്ചതായ മോശയ്ക്കുമാണ് കുറ്റങ്ങൾ മുഴുവനും. അന്നേരം മോശയും അഹരോനും സഭയുടെ മുമ്പിൽ നിന്നു. സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ ചെന്ന് കവണ് വീണു. യഹോവയുടെ തേജസ് അവർക്ക് പ്രത്യക്ഷമായി. മോശയോട് നിന്റെ വടിയെടുത്ത് നീയും സഹോദരനായ അഹരോനും സഭയെ വിളിച്ചുകൂട്ടി അവർ കാണുക പാറയോട് കൽപ്പിക്കുക, എന്നാൽ അതിന് വെള്ളം തരും. പാറയിൽ നിന്ന് ഞാൻ അവർക്ക് വെള്ളം പുറപ്പെടുവിച്ച് ജനത്തിനും അവരുടെ കുന്നുകൾക്കും കുടിപ്പാൻ കൊടുക്കണമെന്ന് അരുളി ചെയ്തു. തന്നോട് കൽപ്പിച്ചതുപോലെ മോശ യഹോവയുടെ സന്നിധിയിൽ നിന്ന് വടിയെടുത്ത് മോശയും അഹരോനും പാറയുടെ അടുക്കൽ സഭയെ വിളിച്ചുകൂട്ടി. അവരുടെ മത്സരികളെ കേൾപ്പീൻ, ഈ പാറയിൽ നിന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വെള്ളം പുറപ്പെടുവിക്കുമെന്ന് പറഞ്ഞു. മോശ കൈ ഉയർത്തി വടി കൊണ്ട് പാറയെ 2 പ്രാവശ്യം അടിച്ചു. കണ്ടോ, ഇവിടെ പാറയോട് കൽപ്പിക്കുക എന്നാണ് മോശയോട് ദൈവം പറഞ്ഞത് അല്ലേ? പക്ഷേ മോശ എന്ത് ചെയ്തു? മോശ കൈ ഉയർത്തി വടി കൊണ്ട് പാറയെ 2 പ്രാവശ്യം അടിച്ചു. വളരെ വെള്ളം പുറപ്പെട്ടു. ജനവും അവരെ കന്നുകാലികളും കുടിച്ചു. യഹോവ മോശയോടും അഹരോനോടും നിങ്ങൾ ഇസ്രായേൽ മക്കൾ കാണുകയും എന്നെ ശുദ്ധീകരിപ്പാൻ എന്നെ വിശ്വസിക്കാതിരുന്നത് കൊണ്ട് നിങ്ങൾ സഭയെ ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്ന ദേശത്തേക്ക് കൊണ്ടുപോകുകയില്ല എന്നരുളി ചെയ്തു. ഒരു ചെറിയ അനുസരണക്കേടിന് എന്ത് വലിയ വിലയാണ് മോശ കൊടുത്തിരുന്നത്. 6 ലക്ഷത്തിലധികം പുരുഷന്മാർ, 20 വയസ്സിന് പ്രായത്തിന് മുകളിലുള്ളവർ, യുദ്ധസന്നദ്ധരായവർ, അതുപോലെ സ്ത്രീകൾ, കുഞ്ഞുങ്ങൾ, വലിയൊരു സമൂഹത്തെ അടിമദേശത്തും കൊണ്ടുവന്ന് വാഗ്ദദേശത്തേക്ക് കൊണ്ടുപോകുന്ന ആ യാത്രയ്ക്ക് നേതൃത്വം വഹിച്ചതായ മോശ ദൈവത്തെ മുഖാമുഖം കൊണ്ട് സംസാരിച്ചു എന്ന് പ്രത്യേകതയുള്ള അത്രമാത്രം ശ്രേഷ്ഠമേറിയ പദവിയിലേക്ക് കൊണ്ടുപോയി മോശ. പല പ്രാവശ്യം ദൈവിക വിടുതലും ദൈവിക അനുഗ്രഹവും പ്രാപിച്ച മോശ പലപ്പോഴും ദൈവത്തിന് സംസാരിക്കുകയും ജനത്തിന് വേണ്ടി മധ്യസ്ഥ അണിക്കുകയും ചെയ്തതായ മോശ. ഇതെല്ലാം സംഭവിച്ചിട്ടും ഒരു ചെറിയ വീഴ്ച ഉണ്ടായപ്പോൾ ആ വീഴ്ചയുടെ പേരിൽ മോശയ്ക്ക് തന്നെ എന്തിനു വേണ്ടിയാണോ മിസ്രൈം ജനത്തെ കൊണ്ടുവന്നത് അവിടെ പ്രവേശിപ്പാൻ കഴിയാതുകൊണ്ട് അത്രമാത്രം വേദനാജനകമായ ഒരു അനുഭവം ഉണ്ടായെങ്കിലേ. ഇവിടെ നാം ദൈവവചനം വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോഴേ നമ്മുടെ ചെറിയ ചെറിയ അനുസരണക്കേടുകൾ പോലും നമുക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന അറിഞ്ഞുകൊണ്ട് ഓരോ ദിവസവും പഠിക്കുന്ന ഓരോ കാര്യങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ വചനത്തെ അനുസരിച്ച് ജീവിക്കാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ അനുസരണക്കേടിനാൽ നമ്മുടെ നന്മകൾ, അനുഗ്രഹങ്ങൾ, വിടുതലുകൾ നഷ്ടപ്പെടുവാനായിട്ട് ദൈവരാധിപങ്ങളുടെ സൂക്ഷിക്കാം. ഇസ്രായേൽ മക്കൾ യഹോവയോട് കലഹിച്ചതും അവരിൽ ശുദ്ധീകരിക്കപ്പെട്ടതുമായ കലഹജലമാകുന്നു. അനന്തരം മോശ കാദേശിൽ നിന്ന് ഏദോം രാജാവിൻ്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു, പറയിച്ചത് നിന്റെ സഹോദരനായ ഇസ്രായേൽ ഇപ്രകാരം പറയുന്നു, ഞങ്ങൾക്കുണ്ടായ കഷ്ടതയൊക്കെ നീ അറിഞ്ഞിരിക്കുന്നുവല്ലോ. ഞങ്ങളുടെ പിതാക്കന്മാർ മിസ്രൈമിൽ പോയി ഏറിയ കാലം പാർത്തു. മിസ്രൈമർ ഞങ്ങളെയും ഞങ്ങളുടെ പിതാക്കന്മാരെയും പീഡിപ്പിച്ചു. ഞങ്ങൾ യഹോവയോട് നിലവിളിച്ചപ്പോൾ അവൻ ഞങ്ങളുടെ നിലവിളി കേട്ട് ഒരു ദൂതനെ അയച്ചു. ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചു. ഞങ്ങൾ നിന്റെ അതിരിലുള്ള പട്ടണമായ കാദേശിലെത്തിയിരിക്കുന്നു. ഞങ്ങൾ നിന്റെ ദേശത്തൂടെ കടന്നു പോകുവാൻ അനുവദിക്കണമേ. ഞങ്ങൾ വയലിലോ മുന്തിരിത്തോട്ടത്തിലോ കയറുകയില്ല, കിണറ്റിലെ വെള്ളം കുടിക്കുകയുമില്ല. ഞങ്ങൾ രാജപാതയിൽ കൂടി തന്നെ നടക്കും. നിന്റെ അതിൽ കഴിയും വരെ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുകയില്ല. ഇതും അവനോട് നീ എൻ്റെ നാട്ടിൽ കൂടി കടക്കരുത്, കടന്നാൽ ഞാൻ വാളുമായി നിന്റെ നേരെ പുറപ്പെടുമെന്ന് പറഞ്ഞു. അതിന് ഇസ്രായേൽ മക്കൾ അവനോട്, ഞങ്ങൾ പെരുവഴിയിൽ കൂടി പൊയ്ക്കൊള്ളാം. ഞാനും എൻ്റെ കന്നുകാലിയും നിന്റെ വെള്ളം കുടിച്ചു പോയാൽ വില തരാം. കാൽനടയായി കടന്നു പോകണമെന്നല്ലാതെ മറ്റൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. ഞാനോ നീ കടന്നു പോകരുതെന്ന് പറഞ്ഞു. ഇതും ബഹുസൈന്യത്തോടും ബലമുള്ള കൈയോടും കൂടെ അവിടെ നേരെ പുറപ്പെട്ടു. ഏദോം തൻ്റെ അതിൽ കൂടി കടന്നു പോകുവാൻ ഇസ്രായേലിനെ സമ്മതിച്ചില്ല. ഇസ്രായേൽ അവനെ വിട്ട് ഒഴിഞ്ഞുപോയി. പിന്നെ ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയും കാദേശത്ത് നിന്ന് യാത്ര പുറപ്പെട്ട് ഹോർ പർവ്വതത്തിലെത്തി. ഏദോം ദേശത്തിൻ്റെ അതിരിങ്ങളുള്ള ഹോർ പർവ്വതത്തിൽ വെച്ച് മോശയോടും അഹരോനോടും അരുളി ചെയ്തത്, അഹരോൻ തന്നെ ജനത്തോടും ചേരും. കലഹജലത്തെങ്കിൽ നിങ്ങൾ എൻ്റെ കൽപ്പന മറത്തതുകൊണ്ട് ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തിരിക്കുന്ന ദേശത്തേക്ക് അവൻ കടക്കുകയില്ല. കണ്ടോ, ഇവിടെ
മോശയെ സഹായിയായിരുന്ന അഹ്റോനും ചെറിയ അനുസരണക്കേടിൻ്റെ ഫലമായിട്ട് ഇതാ അവനും ഭക്തദേശം നഷ്ടപ്പെടുകയാണ്. അഹ്റോനെയും അവൻ്റെ മകനായ എലാസാറിനെയും കൂട്ടി അവരെ ഹോർ പർവ്വതത്തിൽ കൊണ്ടുവന്ന് അവൻ്റെ വസ്ത്രം മൂരി അവൻ്റെ മകനായ എലാസാറെ ധരിപ്പിക്കണം. അഹ്റോൻ അവിടെ വെച്ച് മരിച്ച് തൻ്റെ ജനത്തോട് ചേരും. യഹോവ കൽപ്പിച്ചതുപോലെ മോശ ചെയ്തു. സർവ്വസഭയും കാണുകെ അവർ ഹോർ പർവ്വതത്തിൽ കയറി. മോശ അഹ്റോൻ്റെ വസ്ത്രം ഊരി അവൻ്റെ മകനായ എലയാസാറിനെ ധരിപ്പിച്ചു. അഹ്റോൻ അവിടെ പർവ്വതത്തിൻ്റെ മുകളിൽ വെച്ച് മരിച്ചു. മോശയും എലയാസാറും പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വന്നു. അഹ്റോൻ മരിച്ചുപോയി എന്ന് സഭയെല്ലാം അറിഞ്ഞപ്പോൾ സ്ഥലഗ്രഹമൊക്കെയും അഹ്റോനെക്കുറിച്ച് 30 ദിവസം വിലാപിച്ചുകൊണ്ടിരുന്നു. ചെറിയ ചെറിയ അനുസരണക്കേട് എന്നെല്ലാം നഷ്ടങ്ങൾ വരുത്തുന്നു. നമ്മൾ 21 അധ്യായം പ്രവേശിക്കുകയാണ്. 21 അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ 22-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യമുള്ള ഭാഗത്തെ പ്രധാന പ്രതിരോധി വിഷയം താമ്ര സർപ്പത്തെക്കുറിച്ചുള്ള കാര്യമാണ്. അഥവാ ജനത്തിൻ്റെ ഈ പിറുവിറുപ്പിനാലെ അനുസരണങ്ങളാലൊക്കെ സംഭവിച്ച കാര്യമാണ്. എന്നാൽ അതാണ് ഈ അദ്ദേഹത്തിലെ പ്രതിരോധി വിഷയം. ഇസ്രായേൽ അദാരിയും വഴിയായി വരുന്നു എന്ന് തെക്കേദേശത്ത് വസിച്ചിരുന്ന കനാനായ അരാധ രാജാവ് കേട്ടപ്പോൾ അവൻ ഇസ്രായേലിനോട് യുദ്ധം തുടങ്ങി ചിലരെ പിടിച്ചു കൊണ്ടുപോയി. അപ്പോൾ ഇസ്രായേൽ യഹോവയ്ക്ക് ഒരു നേർച്ച നേർന്നു, ഈ ജനത്തെ നീ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ ഞാൻ അവരുടെ പട്ടണങ്ങൾ ശബ്ദാർപ്പിതമായി നശിപ്പിക്കുമെന്ന് പറഞ്ഞു. യഹോവ ഇസ്രായേലിൻ്റെ അപേക്ഷ കേട്ടു കനാന്യരെ ഏൽപ്പിച്ചു കൊടുത്തു. അവർ അവരെയും അവരുടെ പട്ടണങ്ങളെയും ശബ്ദാർപ്പിതമായി നശിപ്പിച്ചു. ആ സ്ഥലത്തിന് ഹോർമ എന്നു പേരായി. പിന്നെ അവർ ഏതോം ദേശത്ത് ചുറ്റി പോകുവാൻ ഹോർ പർവ്വതത്തിൽ നിന്ന് ചെങ്കടൽ വഴിയായി യാത്ര പുറപ്പെട്ടു. വഴി നിമിത്തം ജനത്തിൻ്റെ മനസ്സ് ക്ഷീണിച്ചു. ജനം ദൈവത്തിനും മോശയ്ക്ക് വിരോധമായി സംസാരിച്ചു. മരുഭൂമിയിൽ മരിക്കേണ്ടതിന് നിങ്ങൾ ഞങ്ങളെ മിസ്രൈംദേശത്ത് കൊണ്ടുവന്നു എന്തിന്? ഇവിടെ അപ്പവുമില്ല വെള്ളവുമില്ല, ഈ സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് വെറുപ്പാകുന്നു എന്ന് പറഞ്ഞു. നമ്മൾ കഴിഞ്ഞ ചില സെക്ഷൻ ചിന്തിച്ച കാര്യമാണ്. ഒരിക്കൽ മന്ന അവർക്ക് എന്തായിരുന്നു? അത് തേൻ ചേർത്ത ദോശയോട് തുല്യമായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് എണ്ണ ചേർത്ത ദോശ പോലെയായി. ഇപ്പോൾ അവർ പറയുന്നത് സാരമില്ലാത്ത ഭക്ഷണം, മിസറബിൾ ഫുഡ്. അതിനകത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ കുഴപ്പം സൃഷ്ടിക്കുന്ന ഭക്ഷണമായി വിലയില്ലാത്ത പോലെയായി കഴിഞ്ഞു. പലപ്പോഴും ആത്മജീവിതം പോലെ തന്നെയാണ്. കർത്താവിനെ കണ്ടുമുട്ടി ആദ്യകാലങ്ങളിലൊക്കെ ഉള്ള തീക്ഷ്ണത കുറച്ച് കഴിയുമ്പോൾ അത് കുറഞ്ഞു പോകുന്നു, പിന്നെ തീരെ ഇല്ലാതാക്കുന്നു അല്ലേ. ആദ്യത്തെ സന്തോഷവും സ്നേഹവും ബഹുമാനവും ഭക്തിയും ഒക്കെ അങ്ങോട്ട് പോയി. ഇവിടെ ഇപ്പോൾ ഇത് മിസറബിൾ ഫുഡായി മാറി ഇരിക്കുകയാണ്. ഇവിടെ വരെ നമ്മൾ ഓരോ സമയത്തും ദൈവസന്നിധാനത്തിൽ ആ ഉത്സാഹം കുറഞ്ഞു പോകരുത്. ആദ്യ സ്നേഹം നിലനിൽപ്പ് കർത്താവിനെ സഹായിക്കുമ്പോഴാകട്ടെ. ഇപ്പോൾ യഹോവ ജനത്തിൻ്റെ ഇടയിൽ അഗ്നിസർപ്പങ്ങളെ അയച്ചുകൊണ്ടാവും. ഇവരിങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ, ഇതിനെ വില കുറച്ച് കണ്ടപ്പോൾ തന്നെ എന്ത് സംഭവിച്ചു? അഗ്നിസർപ്പങ്ങൾ അയച്ചു. അവ ജനത്തെ കടിച്ചു. ഇസ്രായേലിൽ വളരെ ജനം മരിച്ചു. ആകയാൽ ജനം മോശയുടെ അടുക്കൽ വന്നു, ഞങ്ങൾ യഹോവയ്ക്കും നിനക്കും വിരോധമായി സംസാരിച്ചതിനാൽ പാപം ചെയ്തിരിക്കുന്നു. സർപ്പങ്ങളെ ഞങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയുവാൻ യഹോവയോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ എന്നത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. യഹോവ മോശയോട് അഗ്നിസർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കുക, കടികേൽക്കുന്നവൻ ആരെങ്കിലും അതിനെ നോക്കിയാൽ ജീവിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ മോശ താമ്രം കൊണ്ട് ഒരു സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കി. പിന്നെ സർപ്പം ആരെങ്കിലും കടിച്ചിട്ട് അവൻ താമ്രസർപ്പത്തെ നോക്കിയാൽ ജീവിക്കും. അനന്തരം ഇസ്രായേൽ മക്കൾ പുറപ്പെട്ട് ഓബോത്തിൽ പാളയമിറങ്ങി. ഓബോത്തിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. സൂര്യോദയത്തിന് നേരെ മോവാബിൻ്റെ കിഴക്കുള്ള മരുഭൂമിയിൽ ഇയെ അബാരാമിൽ പാളയമിറങ്ങി. അവിടെ നിന്ന് പുറപ്പെട്ട് സരേ താഴ്വരയിൽ പാളയമിറങ്ങി. അവിടെ നിന്ന് പുറപ്പെട്ട് അമോരയുടെ ദേശത്ത് നിന്ന് ഉത്ഭവിച്ച് മരുഭൂമിയിൽ കൂടി ഒഴുകുന്ന അർണോൻ തോട്ടിങ്ങലിനരികെ പാളയമിറങ്ങി. അർണോൻ മൊവാബിനും അമോര്യർക്കും മധ്യേ മൊവാബിനുള്ള അതിരാകുന്നു. അതുകൊണ്ട് സുഫയിലെ വഹേബും അർണോൻ താഴ്വരകളും ആരിൻ്റെ നിവാസത്തോളം നീണ്ടു. മൊവാബിൻ്റെ അതിരോട് ചാഞ്ഞിരിക്കുന്ന താഴ്വര ചെരിവ് എന്നിങ്ങനെ യഹോവയുടെ യുദ്ധപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു. അവിടെ നിന്ന് അവർ ബേരിലേക്ക് പോയി. യഹോവ മോശയോട് ജനത്തെ ഒന്നിച്ചു കൂട്ടുക, ഞാൻ അവർക്ക് വെള്ളം കൊടുക്കുമെന്ന് കൽപ്പിച്ച കിണർ അത് തന്നെ. ആ സമയത്ത് ഇസ്രായേൽ കിണറെ പൊങ്ങിവ, അതിന് പാടുവീൻ, പ്രഭുക്കന്മാർ കുഴിച്ച കിണർ, ജനശ്രേഷ്ഠന്മാർ ചെങ്കോൽ കൊണ്ടും തങ്ങൾ ദണ്ഡൽ കൊണ്ടും കുത്തിയ കിണർ എന്നുള്ള പാട്ടുപാടി. പിന്നെ അവർ മരുഭൂമിയിൽ നിന്ന് മഥാനയ്ക്കും, മഥാനിൽ നിന്ന് നഹ്ലിയയിൽ നിന്ന് ബാമോത്തിനും, ബാമോത്തിൽ നിന്ന് മുവാബിന്റെ പ്രദേശത്തുള്ള താഴ്വരയിലേക്കും മരുഭൂമിക്കെതിരെയുള്ള പിസ്ഗാ മുകളിലേക്കും യാത്ര ചെയ്തു.
അവിടെ നിന്ന് ഇസ്രായേൽ അമോര്യരുടെ രാജാവായ സീഹോന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു. ഞാൻ നിന്റെ ദേശത്തൂടെ കടന്നു പോകുവാൻ അനുവദിക്കണമേ. ഞങ്ങൾ വയലിലെങ്കിലും മുന്തിരിത്തോട്ടത്തിലെങ്കിലും കയറുകയില്ല, കിണറ്റിലെ വെള്ളം കുടിക്കുകയുമില്ല. ഞങ്ങൾ നിന്റെ അതിർ കഴിയും വരെ രാജവാതിൽ കൂടി തന്നെ പൊയ്ക്കൊള്ളാം എന്ന് പറയിച്ചു. എന്നാൽ സീഹോൻ തന്റെ ദേശത്ത് കൂടി ഇസ്രായേൽ കടന്നു പോകുവാൻ സമ്മതിക്കാതെ ജനത്തെയെല്ലാം ഒന്നിച്ചുകൂട്ടി ഇസ്രായേലിന് നേരെ മരുഭൂമിയിലേക്ക് പുറപ്പെട്ടു. അവൻ യാഹോസിൽ വന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. ഇസ്രായേൽ അവനെ വാളിൻ്റെ വായ്ത്തല കൊണ്ട് വെട്ടി അർമോൻ മുതൽ യാബോക്ക് വരെയും അമ്മോനിയരുടെ അതിർ വരെയുമുള്ള അവൻ്റെ ദേശത്തെ കൈവശമാക്കി. അമ്മോനിയരുടെ അതിരോ ഉറപ്പുള്ളതായിരുന്നു. ഈ പട്ടണങ്ങളെല്ലാം ഇസ്രായേൽ പിടിച്ചു. ഇസ്രായേൽ അമോര്യരുടെ എല്ലാ പട്ടണങ്ങളിലൂടെയും കൂടി പാർത്തു, യെശ്ബോനിലും അതിന് സകല ഗ്രാമങ്ങളിലും തന്നെ. യെശ്ബോൻ അമോര്യരുടെ രാജാവായ സീഹോന നഗരമായിരുന്നു. അവൻ മുമ്പിലത്തെ മോവാബ് രാജാവിനോട് പടയെടുത്ത് അർന്നോൻ വരെയുള്ള പ്രദേശമൊക്കെയും അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചിരുന്നു. അതുകൊണ്ട് കവിവരന്മാർ പറയുന്നത്, യെശ്ബോനിൽ വരുവീൻ, സീഹോന നഗരം പണിതുറപ്പിക്കട്ടെ. യെശ്ബോനിൽ നിന്ന് തീയും സീഹോന നഗരത്തിൽ നിന്ന് ജ്വാലയും പുറപ്പെട്ടു മോവാബിലെ ആരിനെയും അർന്നോൻ തീരത്തെ ഗിരിനിവാസികളെയും ദഹിപ്പിച്ചു. മോവാബെ, നിനക്ക് ഹാ കഷ്ടം, കെമോശന്റെ ജനമെന്ന് മുടിഞ്ഞിരിക്കുന്നു. അവൻ തന്റെ പുത്രന്മാരെ പലായനത്തിനും പുത്രിമാരെ അമോര്യ രാജാവായ സീഹോന് അടിമയായും കൊടുത്തു. ഞങ്ങൾ അവരെ അമ്പെയ്തു. ദിബോൻ വരെ ഹെശ്ബോൻ നശിച്ചു. മെദബ വരെയുള്ള നോഫയോളം അവരെ ശൂന്യമാക്കി. ഇങ്ങനെ ഇസ്രായേൽ അമോര്യരുടെ ദേശത്ത് കൂടി പാർത്തു. അനന്തരം മോശ യാസേറിനെ ഉറ്റുനോക്കുവാൻ ആളയച്ചു. അവർ അതിൻ്റെ ഗ്രാമങ്ങളെ പിടിച്ച് അവിടെയുള്ള അമോര്യരെ ഓടിച്ചു കളഞ്ഞു. പിന്നെ അവർ തിരിഞ്ഞ് ബാഷൻ വഴിയായി പോയി. ബാഷൻ രാജാവ് ഓഗ് തന്റെ സകല ജനവുമായി അവരുടെ നേരെ പുറപ്പെട്ടു. എദ്രയിൽ വെച്ച് പടയേറ്റു. അപ്പോൾ യഹോവ മോശയോട്, അവനെ ഭയപ്പെടേണ്ട, അവനെയും അവൻ്റെ സകല ജനത്തെയും അവരുടെ ദേശത്തെയും ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. നീ ഹെബ്രോനിൽ പാർത്ത അമോര്യ രാജാവായ സീഹോനോട് ചെയ്തതുപോലെ അവനോടും ചെയ്യും എന്നല്ല ചെയ്തു. അങ്ങനെ അവർ അവനെയും പുത്രന്മാരെയും സകല ജനത്തെയും ഒട്ടൊഴിയാതെ സംഹരിച്ചു, അവരുടെ ദേശത്ത് കൈവശമാക്കുകയും ചെയ്തു. ഇവിടെ ദൈവജനത്തിനെ കടന്നു പോകാൻ വഴി കൊടുക്കാത്തവരോടുള്ള ഇടയിൽ ദൈവം പ്രവർത്തിക്കുന്നതാണ്. അടുത്ത 22-ാം അധ്യായമാണ്. 22-ാം അധ്യായം നമുക്ക് വായിക്കുമ്പോഴേ അതിൻ്റെ പ്രധാനപ്പെട്ട പ്രതിപത്തി വിഷയം എന്നുള്ളത് 22-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം മുതൽ 36-13 വരെ മോവാബ് സമഭൂമിയിലുള്ളതായ അവരുടെ കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരണമാണ്. എന്നാൽ 22-2 മുതൽ 25-18 വരെ ബിലയാമിൻ്റെ ചരിത്രം പറയുന്നുണ്ട്. 22-2 മുതൽ 40 വരെ ബാലാക്കിനാൽ ബിലയാമിനുള്ള ക്ഷണം കാണാൻ കഴിയുന്നുണ്ട്. ഇസ്രായേൽ മക്കൾ യാത്ര പുറപ്പെട്ട് യെരിഹോവിന്റെ സമീപത്ത് യോർദാനക്കരയെ മോവാബ് സമഭൂമിയിൽ പാളയമിറങ്ങി. ഇസ്രായേൽ അമോര്യരോട് യുദ്ധം ചെയ്തൊക്കെയും സിപ്പോരിന്റെ മകനായ ബാലാക്ക് അറിഞ്ഞു. ജനം വളരെയായിരുന്നുകൊണ്ട് മോവാബ് ഏറ്റവും ഭയപ്പെട്ടു. ഇസ്രായേൽ മക്കളെക്കുറിച്ച് മോവാബ് പരിഭ്രമിച്ചു. മോവാബ് മിദ്യാന മൂപ്പന്മാരോട്, കാള വയലിലെ പുല്ല് നക്കിക്കളയുന്ന പോലെ ഈ കൂട്ടം നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരും നീക്കിക്കളയുമെന്ന് പറഞ്ഞു. അക്കാലത്ത് മോവാബ് രാജാവ് സിപ്പോരിന്റെ മകനായ ബാലാക്ക് ആയിരുന്നു. അവൻ ബയോരുവിന്റെ മകനായ ബിലയാമിനെ വിളിപ്പാൻ അവന്റെ സുജാതിക്കാരുടെ ദേശത്ത് നദീതീരത്തുള്ള പെതൂരിലേക്ക് ദൂതന്മാരെ അയച്ചു. ഒരു ജനം മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വന്ന് ഭൂതലത്തെ മൂടിയിരിക്കുന്നു. അവർ എനിക്കെതിരെ പാർക്കുന്നു. നീ വന്ന് എനിക്ക് വേണ്ടി ജനത്തെ ശപിക്കണമേ. അവർ എന്നേക്കാൾ ഏറ്റവും ബലവാന്മാരായിരിക്കുന്നുണ്ട്. പക്ഷെ അവരെ തോൽപ്പിച്ച് ദേശത്ത് നിന്ന് ഓടിച്ചളയുവാൻ എനിക്ക് കഴിവുണ്ടാകുമായിരിക്കും. നീ അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ, നീ ശപിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്ന് ഞാൻ അറിയുന്നു എന്ന് പറയിച്ചു. മോവാബ് മൂപ്പന്മാരും മിദ്യാന മൂപ്പന്മാരും കൂടി കയ്യിൽ പ്രശ്നദേശണയുമായി ബിലയാമിന്റെ അടുത്ത് ചെന്നു. ബാലാക്കിന്റെ വാക്കുകൾ അവനോട് പറഞ്ഞു. അവൻ അവരോട്, ഇന്ന് രാത്രി ഇവിടെ പാർപ്പിൻ, യഹോവ എന്നോട് അരുളി ചെയ്യുന്ന പോലെ ഞാൻ നിങ്ങളോട് ഉത്തരം പറയാം എന്ന് പറഞ്ഞു. മോവാബി പ്രഭുക്കന്മാർ ബിലയാമിന്റെ കൂടെ പാർത്തു. ദൈവം ബിലയാമിന്റെ അടുത്ത് വന്ന്, നിന്നോട് കൂടെയുള്ള ഈ മനുഷ്യൻ ആരെന്ന് ചോദിച്ചു. ബിലയാം ദൈവത്തോട്, ഈ ജനം മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വന്ന ഭൂതലത്തെ മൂടിയിരിക്കുന്നു. നീ വന്ന് എനിക്ക് വേണ്ടി അവരെ ശപിക്കണം. പക്ഷെ അവരോട് യുദ്ധം ചെയ്ത് അവരെ ഓടിച്ചളവാൻ എനിക്ക് കഴിയും എന്നിങ്ങനെ മോവാബ് രാജാവായ സിപ്പോരിന്റെ മകനായ ബാലാക്ക് എൻ്റെ അടുക്കൽ പറഞ്ഞയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ദൈവം ബിലയാമിനോട്, നീ അവരോട് പോകരുത്, ദൈവം വിലക്കുമാണ്, നീ അവരോടുകൂടെ പോകരുത്, ആ ജനത്തെ ശപിക്കുകയും അരുത്, അവർ അനുഗ്രഹിക്കപ്പെട്ടവരാകുമെന്ന് കൽപ്പിച്ചു. ബിലയാം രാവിലെ എഴുന്നേറ്റ് ബാലാക്കിന്റെ പ്രഭുക്കന്മാർ, നിങ്ങളുടെ ദേശത്തേക്ക് പോകുവാൻ, നിങ്ങളുടെ കൂടെ പോരുവാൻ യഹോവ എന്നെ അനുവാദം തരുന്നില്ല എന്ന് പറഞ്ഞു. കണ്ടോ, ഇവിടെ ആദ്യമൊക്കെ പുള്ളി ആ ദൈവത്തിൻ്റെ വാക്കുകൾ അനുസരിക്കുക. മോവാബ് പ്രഭുക്കന്മാർ പുറപ്പെട്ട് ബാലാക്കിൻ്റെ അടുത്ത് ചെന്നു. ബിലയാമിനും ഞങ്ങളുടെ കൂടെ വരുവാൻ മനസ്സിലായെന്ന് പറഞ്ഞു. ബാലാക്ക് വീണ്ടും അവരെക്കാൾ മാന്യരായ അധികം പ്രഭുക്കന്മാരെ അയച്ചു. അവർ ബിലയാമിൻ്റെ അടുക്കൽ വന്നു. അവനോട്, എൻ്റെ അടുക്കൽ വരുന്നതിന് മുടക്കമൊന്നും പറയരുത്, ഞാൻ നിന്നെ ഏറ്റവും ബഹുമാനിക്കും, നീ എന്നോട് പറയുന്നതൊക്കെ ഞാൻ ചെയ്യാം, വന്ന് എനിക്ക് വേണ്ടി ജനത്തെ ശപിക്കണമേ എന്ന് സീപ്പോരിന്റെ മകനായ ബാലാക്ക് പറയുന്നെന്ന് പറഞ്ഞു. ബിലയാം ബാലാക്കിന്റെ പുത്രന്മാരോട്, ബാലാക്ക് തന്റെ ഗ്രഹം നിറച്ച് വെള്ളിയും പൊന്നും എനിക്ക് തന്നാലും
ഇവിടെയൊക്കെ പുള്ളിയുടെ തീരുമാനം ഭയങ്കരമാണ് അല്ലേ. ബലാക്ക് തൻ്റെ ഗൃഹം നിറച്ച് വെള്ളിയും പൊന്നും എനിക്ക് തന്നാലും എൻ്റെ ദൈവമായ യഹോവയുടെ കൽപ്പന ലംഘിച്ച് ഏറെയോ കുറയോ ചെയ്യുവാൻ കഴിയുന്നില്ല. ആകെ യഹോവ ഇനിയും എന്നോട് എന്ത് അരുളി ചെയ്യുമെന്ന് ഞാൻ അറിയട്ടെ. നിങ്ങളും ഈ രാത്രിയുടെ പാർപ്പിരുന്ന് ഉത്തരം പറഞ്ഞു. രാത്രി ദൈവം ബിലിയാമിൻ്റെ അടുക്കൽ വന്നു. അതിനെ വിളിപ്പാൻ വന്നിരിക്കുന്നതെങ്കിൽ പുറപ്പെട്ട് അവരോടുകൂടെ പോകാം. എന്നാൽ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന കാര്യം മാത്രമേ ചെയ്യാവൂ എന്ന് കൽപ്പിച്ചു. ഈ രണ്ടാം പ്രശ്നം ചോദിച്ചപ്പോൾ ദൈവം ഒരു എക്സ്ക്യൂസ് കൊടുക്കുകയാണ്, പൊയ്ക്കോ, പക്ഷേ എന്ത് ചെയ്യുന്നു, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പറയാൻ പാടുള്ളൂ. രാവിലെ എഴുന്നേറ്റ് കാലത്തേക്ക് ഓപ്പിട്ട് മോവാബി പ്രമുഖന്മാരോട് പോയി. അവൻ പോകുന്നതുകൊണ്ട് ദൈവത്തിന് കോപം ജ്വലിച്ചു. യഹോവയുടെ ദൂതൻ വഴി നിന്ന് അവനെ പ്രതിയോഗിയായി നിന്നു. അവന് കഴുതപ്പുറത്ത് കയറി യാത്ര ചെയ്യുകയായിരുന്നു. അവൻ്റെ 2 ബാല്യക്കാരും കൂടെ ഉണ്ടായിരുന്നു. യഹോവയുടെ ദൂതൻ വാൾ പിടിച്ചുകൊണ്ട് വഴിയിൽ നിൽക്കുന്നത് കഴുത കണ്ടു. കഴുത വണ്ടിയിൽ നിന്ന് മാറി വയലിലേക്ക് പോയി. കഴുതയെ വഴിയിലേക്ക് തിരിക്കേണ്ടതിന് ബിലിയാം അതിനെ അടിച്ചു. പിന്നെ യഹോവയുടെ ദൂതൻ ഇരുപുറത്ത് മുതലുള്ള മുന്തിരിത്തോട്ടങ്ങളെ ഇടുക്കുവഴിയിൽ നിന്നു. കഴുത യഹോവയുടെ ദൂതനെ കണ്ടപ്പോൾ മതിലരികെ ഒതുങ്ങി ബിലിയാമിൻ്റെ കാൽ മതിലിനോട് ചേർത്ത് ഞെക്കി. അവൻ അതിനെ വീണ്ടും അടിച്ചു. പിന്നെ യഹോവയുടെ ദൂതൻ മുമ്പോട്ട് ചെന്ന് ഇടത്തോട്ടും വലത്തോട്ടും മാറുവാൻ വഴിയില്ലാത്ത ഒരു ഇടുക്കിടയിൽ നിന്നു. യഹോവയുടെ ദൂതനെ കണ്ടപ്പോൾ കഴുത ബിലിയാമിൻ്റെ കീഴെ കിടന്നു കളഞ്ഞു. ബിലിയാമിൻ്റെ കോപം ജ്വലിച്ച് അവൻ കഴുതയെ വാടി കൊണ്ട് അടിച്ചു. അപ്പോൾ യഹോവ കഴുതയുടെ വായ തുറന്നു. അത് ബിലിയാമിനോട്, നീ എന്നെ ഈ 3 പ്രാവശ്യം അടിപ്പാൻ ഞാൻ നിന്നോട് എന്ത് ചെയ്തു എന്ന് ചോദിച്ചു. ബിലിയാം കഴുതയോട്, നീ എന്നെ കളിയാക്കിയത് കൊണ്ട് അത്രേ എൻ്റെ കയ്യിൽ വാളുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ നിന്നെ കൊന്നുകളയുമായിരുന്നു എന്ന് പറഞ്ഞു. കഴുത ബിലിയാമിനോട്, ഞാൻ നിൻ്റെ കഴുതയല്ലയോ? ഈ കാലം മാത്രമേ എൻ്റെ പുറത്തല്ലയോ നീ കയറി നടന്നത്? എപ്പോഴെങ്കിലും ഇങ്ങനെ ഞാൻ നിന്നോട് കാണിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്നും പറഞ്ഞു. അപ്പോൾ യഹോവ ബിലിയാമിൻ്റെ കണ്ണു തുറന്നു. യഹോവയുടെ ദൂതൻ വാളൂരി പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് അവൻ കണ്ടു. സാഷ്ടാംഗം കൊണ്ട് നമസ്കരിച്ചു. യഹോവയുടെ ദൂതൻ അവനോട്, ഈ 3 പ്രാവശ്യം നീ കഴുതിയെ അടിച്ചത് എന്ത്? ഇതാ ഞാൻ നിനക്ക് പ്രതിയോഗിയായി പുറപ്പെട്ടിരിക്കുന്നു. നിന്റെ വഴി നാശകരമെന്ന് ഞാൻ കാണുന്നു. ശ്രദ്ധിച്ചേ, ഈ കഴുതയ്ക്ക് കണ്ട ഒരു വെളിപ്പാട് പോലും ചില സമയത്ത് പ്രവാചകന് ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ് പരാജയം അല്ലേ. ആ കഴുത ആ ദൂതനെ കണ്ടു മാറിപ്പോയി. ആ കഴുത മാറിയതുകൊണ്ടാണ് ആ സമയത്ത് ദൂതനാലവൻ മരിക്കാതിരുന്നത്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും ചില സന്ദർഭങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ വഴിമാറി പോകുന്നു. തിരിച്ചു വരുവാൻ ദൈവം നമ്മെ ഉപദേശിക്കുകയാണ്. നിന്നെ കൊന്നുകളയും അതിനെ ജീവനോടെ രക്ഷിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞു. ബിലിയാം യഹോവയുടെ ദൂതനോട്, ഞാൻ പാപം ചെയ്തിരിക്കുന്നു. നീ എനിക്ക് എതിരായ വഴിയിൽ വന്നിരുന്നെന്ന് ഞാൻ അറിഞ്ഞില്ല. നിനക്ക് അന്വേഷണം വരികിൽ ഞാൻ മടങ്ങിപ്പോയിക്കൊള്ളാമെന്ന് പറഞ്ഞു. യഹോവയുടെ ദൂതൻ ബിലിയാമിനോട്, ഇവരോടുകൂടെ പോകാമെങ്കിൽ ഞാൻ എന്നോട് കൽപ്പിക്കുന്ന വചനം മാത്രമേ പറയാവൂ എന്ന് പറഞ്ഞു. ബിലിയാം ബാലാക്കിൻ്റെ പ്രഭുക്കന്മാരോട് പോവുകയും ചെയ്തു. ബിലിയാം വരുന്നെന്ന് ബാലാക്ക് കേട്ടപ്പോൾ അർന്നോൻ തീരത്ത് ദേശത്തിൻ്റെ അതിരിലുള്ള ഊർ മോവാബ് വരെ അവനെ എതിരേറ്റ് ചെയ്യുന്നു. ബാലാക്ക് ബിലിയാമിനോട്, അങ്ങനെ വിളിപ്പാൻ ആളെ അയച്ചില്ലയോ? വരാതിരുന്നത് എന്ത്? എന്നെ ബഹുമാനിപ്പാൻ എനിക്ക് കഴിവില്ലയോ എന്ന് പറഞ്ഞതിന് ബിലിയാം ബാലാക്കിനോട്, ഞാൻ വന്നിരിക്കുന്നുവല്ലോ, എന്നാൽ എന്തെങ്കിലും പറയുവാൻ എനിക്ക് കഴിയുമോ? ദൈവം എൻ്റെ നാവിന്മേൽ ആക്കിത്തരുന്ന വചനമേ ഞാൻ പ്രസ്താവിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ബിലിയാം ബാലാക്കിനോട് പോയി. അവർ കിര്യത്ത് ഉത്സവത്തിലെത്തി. ബാലാക്ക് കാളുകളെയും ആടുകളെയും മറുത്ത് ബിലിയാമിനും അവനോടുകൂടുള്ള പ്രഭുക്കന്മാർക്കും കൊടുത്തയച്ചു. പിറ്റന്നാൾ ബാലാക്ക് ബിലിയാമിനെ ബാമോത്ത് ബാലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ നിന്ന് അവൻ ജനത്തിൻ്റെ ഒരറ്റം കണ്ടു. നമുക്കറിയാം, ഇവിടെ ബിലിയാമിന് സംഭവിച്ചതായ വീഴ്ചകൾ നമുക്കറിയാം. അവനെ പലപ്പോഴും അതിൽ പോകാതിരിക്കാൻ യുദ്ധം നടത്തുന്നതാണ്. എന്നിട്ടും അവൻ ആ നിർദ്ദേശങ്ങൾ അവഗണിച്ച് കടന്നുപോയി. അപ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ പറഞ്ഞതല്ല, വേറൊന്നും പറയാൻ പാടില്ല. കർത്താവിൻ്റെ ദൂത് അറിയിക്കുന്നതായ അഭിഷിക്തന്മാരോട് നിൽക്കും ആ ദൂതിന് പ്രത്യേകതയുണ്ട്. എന്നാണ് ദൈവം തരുന്നത് സംസാരിക്കാനായിട്ട് ഉത്സാഹിക്കുക. ദൈവം അങ്ങനെ പറഞ്ഞു, ദൈവം ഇങ്ങനെ പറഞ്ഞു, ദൈവം ആ ദർശനം കാണിച്ചൊന്നും ദൈവത്തിൻ്റെ നാമം വെറുതെ എടുക്കരുത്. ദൈവം നിന്നെ കാണിച്ചെങ്കിൽ മാത്രമാണ് ദൈവം കാണിച്ചെന്ന് പറയാൻ പാടുള്ളൂ. ദൈവം നിൻ്റെ വായിൽ തന്നെങ്കിൽ മാത്രമേ ദൈവം തന്നു പറയാൻ പാടുള്ളൂ. അല്ലാതെ നീ കാണിക്കുന്നു, നീ പറയുന്നു, നിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളെല്ലാം വിളിച്ചുകൊണ്ട് ദൈവം തന്നു പറഞ്ഞാൽ ദൈവത്തിൻ്റെ നാമം വെറുതെ എടുക്കുകയാണ്. ദൈവത്തിനെ ശിക്ഷിക്കാതെ വിടുകയില്ല. അതുകൊണ്ട് അഭിഷിക്തന്മാരായവർ ശുശ്രൂഷ ചെയ്യുമ്പോഴൊക്കെ ദൈവത്താൽ ലഭിച്ചത് മാത്രം ദൈവത്താൽ ലഭിച്ചു എന്ന് പറയുക. വെറുതെ ദൈവനാമം എടുത്ത് വാങ്ങുവാനായിട്ട് വരരുത്. ചേർന്ന് പ്രാർത്ഥിക്കുക. സ്വർഗീയ പിതാവേ, തന്ന ശിക്ഷണായ സ്തോത്രം ചെയ്യുന്നു. അതിൻ്റെ സന്നദ്ധയിൽ അനുസരണമുള്ളവരായി ജീവിപ്പാൻ, നിങ്ങൾ തടുക്കുമ്പോൾ നിങ്ങൾ വഴിമാറി പോകുവാൻ, പിതാവേ നീ നയിക്കുന്ന വഴിയുടെ മുന്നോട്ട് പോകുവാൻ കൃപ നൽകുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. അനീതിയുടെ കൂലി കുതിച്ച്
നിനക്ക് ഇഷ്ടം നിലകളിൽ ശുശ്രൂഷിപ്പാൻ പ്രസംഗിപ്പാൻ ഒന്നും ഇടവരാതെ വണ്ണം നമ്മൾ സഹായിക്കുമ്പോഴാണെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ നാമത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. യേശു നാം തന്നെ ആമേൻ. ക്ഷമയോടെ ഈ സെക്ഷനും ശ്രമിച്ച് നിങ്ങൾ നന്ദി പറയുന്നത് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമ്പോഴാകട്ടെ. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ നമുക്ക് അടുത്ത സെക്ഷനിൽ വീണ്ടും കാണാം. അതുവരെയും കർത്താവ് നമ്മെ സൂക്ഷിപ്പാനായിട്ട് പരസ്പരം ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ സഹകരണത്തിനും നന്ദി പറയുന്നു. താങ്ക് യു. മേ ഗോഡ് ബ്ലസ് യു.